വെൽക്കം ബാക്ക് ടു ടോക്സ് അൺബോക്സ് ബൈ രേവതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു അൺബോക്സിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന 1-2 ജുംക ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ മീഷോ ഫൈൻസ് തന്നെയാണ് അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നു പറഞ്ഞാൽ ഇത് 2 ഒരേ ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. അതും കൂടെ കാണിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് സമാധാനം കിട്ടും. തുടങ്ങാം അമ്മ. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഭ്രാന്തുകളാണ് ഇതൊക്കെ. ആരും കാര്യമാക്കണ്ട, ഇതൊക്കെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പ്രായം കൂടുന്തോറും നമ്മൾ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുമെന്ന്. അതുപോലെയാണ്, ശരിക്കും അതുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് ബോക്സ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നു. ഇത് എല്ലാം ഒരു 200-ന് താഴെ ഉള്ളൂ കേട്ടോ. 117, 105, 118 അല്ലെങ്കിൽ അങ്ങനെ 180 ആ ഒരു റേറ്റിനൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എല്ലാം സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉള്ള ജുംകാസാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഇതിപ്പോൾ ഒരു 6 എണ്ണം വരുന്ന സെറ്റാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നല്ലൊരു സാധനം. സിമ്പിളായിട്ടൊരു റെഡും ഗ്രീനും ഇതൊക്കെ വന്നിട്ടുള്ള സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു സിമ്പിൾ ജുംക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാത്തിലും റെഡും ഗ്രീനും തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. സെക്കൻഡ് വൺ ഇതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. ഇതിൽ വന്നിട്ടൊരു ദേവിയുടെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റഡിൻ്റെ പോർഷനിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിടാം. ഇത് വേറൊരെണ്ണം ഫ്ലവർ പോലെ വന്നിട്ടുള്ള ഒരിത്. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. അടുത്തതും അതുപോലത്തെ തന്നെ ഒരു പാറ്റേണിലൊരു ഗോൾഡൻ ലൈക്ക് ഇപ്പം ഇങ്ങനത്തതാണല്ലോ കൂടുതൽ ട്രെൻഡിങ്. ഇതിന് വേറെ എന്തോ ഒരു പേര് പറയുന്നത് ഞാൻ മറന്നുപോയി. ഇങ്ങനത്തെ മെറ്റീരിയൽ എന്തുവായിരുന്നു പറയുന്നത്, ഞാൻ മറന്നുപോയി, സത്യമായിട്ട് മറന്നുപോയി. കാരണം ഇപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നിനും പോകാത്തത് കൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇതൊന്നും ഇല്ല, എല്ലാം മറന്നുപോയി. എത്ര നാളായി, 2-3 വർഷത്തിൽ കൂടുതലായി ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട്. ഇനി വേണം എനിക്ക് ചെയ്യാൻ, ആക്റ്റീവ് ആവണം, പഴയതുപോലെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബൈസ്. പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. ദുബായിൽ ഒരുപാട് എനിക്ക് ലൈക്ക് റിക്വസ്റ്റ് വരാറുണ്ട് ഷൂട്ടിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ടൈം അങ്ങോട്ട് ശരിയാകത്തില്ല, പിന്നെ കോസ്റ്റ്യൂം ചിലപ്പോൾ ഒരുമാതിരി ആയിരിക്കും, പിന്നെ അങ്ങ് മടിയാണ് പോകാനൊക്കെ. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഈ മടി എന്ന് മാറുന്നു അന്ന് ഞാൻ നന്നാവും. ഓക്കെ, സെക്കൻഡ് ബോക്സ് ഇതാണ്. സെക്കൻഡ് ബോക്സിനകത്ത് ഇത് വിത്ത് ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ സ്റ്റാൻഡോട് കൂടിയൊക്കെയാണ് വരുന്നത്. ഈ സൂന നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റം, ഞെക്കി പൊട്ടിക്കുന്ന സാധനം. പണ്ട് ഇതിങ്ങനെ ശേഖരിച്ച് വെച്ച് ഞെക്കി പൊട്ടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സൗണ്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, മോനെ എനിക്ക് കുറച്ച് ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളതായി. ഓക്കെ, ഇതിനകത്ത് വന്നിട്ടും ഇതിപ്പം എത്ര 6 12 ജോഡിയാണ് വരുന്നത്. ഇതിലേക്ക് എല്ലാ കളറിലും ഉള്ള കമ്മലാണ്. കിളിങ്ങുന്നുണ്ട് സൗണ്ട് കേൾക്കാറ് കണ്ടോ. എല്ലാം ഒരേ മോഡൽ തന്നെയാണ്, വേറെ വേറെ കളറാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബോക്സ്. കൊള്ളാം കേട്ടോ, എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കാത് മറ്റേ തൂങ്ങും അല്ലെങ്കിൽ കീറിപ്പോവും, വെയിറ്റ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാധനമൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള, എനിക്കും പിന്നെ സിമ്പിൾ സാധനങ്ങളോടാണ് കഴിയുന്നത്. എനിക്ക് വലിയ മറ്റേ ആഡംബരം കാണിക്കൽ അങ്ങനത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ല. എല്ലാം സിമ്പിളായിരിക്കണം, ക്യൂട്ടായിരിക്കണം, അങ്ങനത്തെയൊക്കെ ചെറിയ നിർബന്ധങ്ങളൊക്കെ എനിക്കുണ്ട്. തുറക്കുക സീസേ. അടുത്ത ബോക്സ് വന്നിട്ടേനെ സൊല്ലു ആരോടുത്ത്. ഓക്കെ, അടുത്തത് വന്നിട്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. എല്ലാം താമരയുടെ കമ്മലുകളാണ് ഗൈസ്. ഇത് ഒരു 6 എണ്ണം ഉണ്ട്. 7 എണ്ണം വന്നിട്ട് 122 രൂപ കണ്ടായിരുന്നു. ഫസ്റ്റ് പച്ച താമര, അത് കഴിയുമ്പോൾ ഇതെന്ത് താമരയാണ്, മറൂൺ കളർ താമര. പിന്നെ വയലറ്റ് കളർ താമര. അത് കഴിഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുന്നു പിങ്ക് കളർ താമര. അത് കഴിഞ്ഞ് നമ്മൾ റോയൽ ബ്ലൂ കളർ താമര, റോയൽ ബ്ലൂ നേവി ബ്ലൂ രണ്ടും പറയാം. പിന്നെ റെഡ് കളർ താമര. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു ബ്ലാക്ക് കളർ താമര. ഇതെല്ലാം താമരയാണ്. BJP ദൈവമേ ഇനി പാർട്ടി പറഞ്ഞെന്ന് പറയും, ഞാനില്ലേ. ഓക്കെ, ആ താമര കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. സോ ഇതാണ് നമ്മുടെ താമര ബോക്സ്.
താമര ബോസ്കിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു. തുറന്നു നോക്കിയാലും അറിയത്തുള്ളൂ ഇതിനകത്ത് എന്തുവാണ്. ഭ്രാന്ത് പിടിച്ചെന്താണ്ടൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം കൂടെ ഈ സാരീസും ഇതെല്ലാം കൂടെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 7,000 or 8,000 ഇന്ത്യൻ മണി ആണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ബട്ട് വർത്താണ് കേട്ടോ. എനിക്കതിൽ വലിയ റിഗ്രഷനൊന്നും തോന്നുന്നില്ല. കാരണം ഇതെനിക്ക് എത്ര നാൾ വേണേലും യൂസ് ചെയ്യാം. സോ അടുത്തത് അയ്യോ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ചെറിയ കമ്മലാണ്. ഏകദേശം നല്ല രസമുണ്ട് കേട്ടോ. നല്ല അതിൻ്റെ താഴെ മറ്റേ മുത്തും മിനുക്കോ കിലിക്കും ഒക്കെ ഉണ്ട്. ഇതെൻ്റെ അയ്യോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹായ് ഇനി ഇതൊക്കെ ഇടാനുള്ളൊരു ത്വരയാണ് എനിക്ക്. ഇതൊക്കെ ഇനി എന്ന് ഇടുമെന്നുള്ളൊരു ത്വരയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് മാച്ചിങ്ങിന് ഡ്രസ്സൊക്കെ ഇടണം, എന്നിട്ട് വേണം അതൊക്കെ ഇടാൻ. ഓക്കെ. അപ്പം ഇത് ഇത്രയുമാണ് എൻ്റെ 4 കമ്മൽ ബോക്സുകൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്തത്. ഓക്കെ. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേഴ്സണൽ ലിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും അതൊന്നും ആവശ്യം നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം. കാരണം മീഷോയിൽ വെറുതെ കയറി സെർച്ച് ചെയ്താൽ തന്നെ ആ വക സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം എന്നിരുന്നാലും ഒരു നാട്ടുനടപ്പ് ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മളതൊക്കെ പറയണമെന്നാണല്ലോ. ആസ് എ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടൻറ് ക്രിയേറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ വക കാര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ വീഡിയോയിൽ. സോ ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ലിങ്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ചു തരാം ഗൈസ്. പിന്നെന്താണ്, ആരാണ്ടൊക്കെ ഗിവ് അവേ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവ് അവേ ഒന്നും ചെയ്യാൻ വേണ്ടി ഞാൻ വളർന്നിട്ടില്ല ഗൈസ്. അതിനുവേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇങ്ങനെ വളർത്തുമ്പോൾ ഞാൻ ഗിവ് അവേ ഒക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ അതിൻ്റെ സെറ്റപ്പ് എന്തോന്നുള്ള എനിക്കൊരു പിടുത്തമല്ലേ. ഈ നമ്മുടെ എല്ലാം മൂവിക്കകത്ത് ചെയ്യുന്ന ഗിരിയേട്ടൻ എന്തൊട്ടാണ് നിങ്ങളുടെ സെറ്റപ്പ്, അതുപോലത്തെ സെറ്റപ്പിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. എത്തുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിലവിലുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഉള്ള സറൗണ്ടിങ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓക്കെ, ആഫ്റ്റർ ഒരു 2-3 മന്ത് ഞാൻ കുറച്ചും കൂടെ എല്ലാമൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്തൊന്ന് ബെറ്റർ ആക്കിയിട്ട് ഒരു ബെറ്റർ ബാക്ക്ഗ്രൗണ്ടിലും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയിലും ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലുള്ളവർ യൂട്യൂബിലും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബിലുള്ളവർ എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ സപ്പോർട്ട് ചെയ്യുക. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമിട്ട് നമുക്ക് അങ്ങോട്ട് സ്മൂത്തായിട്ട് പോവാം. സോ അടുത്ത വെർപ്പിക്കൽ വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. അതുവരേക്കും കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ പഴയ കുറേ കുത്തിപ്പൊക്കലുകളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തെടുത്ത് വെച്ചിരുന്നിട്ട് അറിയാലോ ഗൈസ്, നാട്ടിൽ പോയപ്പോഴത്തേക്കിനും കഴിഞ്ഞ വട്ടം ഒക്കെ അറൗണ്ട് 1 വർഷം ആവുന്നു. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ 1 വർഷം ആവും. അപ്പം ആ ടൈമിൽ എടുത്ത വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. കാരണം ഫോണ് പൊട്ടി, ഡിസ്പ്ലേ ഒക്കെ പോയിട്ട് ഒരു 5 to 6 മന്തോളം ഫോണ് ഇങ്ങനെ മറ്റേ ഡെഡ് ബോഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെ ഡിസ്പ്ലേ ആണ് പോയത്. പിന്നെ ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ട് എടുത്തിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്ന് പറയുന്നൊരു സാധനത്തിന് കൂടെ നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഓക്കെ ഒരു സമയം കിട്ടട്ടെ, അല്ലെങ്കിൽ സമയമാവട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ പാട്ടിന്, അല്ലേ. സമയത്തിനെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ നഷ്ടപ്പെട്ട സമയവും കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോയ വാക്കൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ ഹാവ് ടു ഫോക്കസ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ് എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഓക്കെ, ഇപ്പം പുതിയ കണ്ടൻസ് ഇല്ലെങ്കിലും പഴയ കണ്ടൻസ് ഞാൻ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തൊന്ന് ഒരു ഇതുപോലെ നമുക്ക് ഇടാം. അതിനുശേഷം നല്ല കണ്ടൻസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ എന്താണ്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തുവാണെന്നുള്ളത് എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. എനിവേ, ഇനി ലൈക്ക് ഗെറ്റ് റെഡീസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഐഡിയാസ് എൻ്റെ മണ്ടയിലുള്ളതൊക്കെ ഞാനിങ്ങനെ ഇനി വലിച്ചു വാരിക്ക് ഇടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഞ്ചിത്തെറ്റിയിരിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് നടക്കാൻ പോകുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അടുത്ത വീഡിയോ നോക്കിയിട്ട് ഞാൻ വരുന്നതുവരേക്കും വെയിറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ് നൗ ഐ എം സൈനിങ് ഓഫ്. കാരണം പാപ്പം കയറ്റുന്ന എന്നെ വിളിക്കുന്നുണ്ട്, പോയി തിന്നണം എനിക്ക്. അത് ടിന്നിലൊക്കെ തട്ടിയിട്ട് വെച്ച് നടിക്ക് പറക്കിയൊക്കെ വെക്കണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ. ഞാൻ വാങ്ങിച്ച് പോവാൻ വരട്ടെ. ഉമ്മയൊക്കെ തന്നില്ലേ, ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി ക്രിഞ്ചാണെന്നറിയാം, ക്യൂട്ട്നെസ്സുമാരും മെഴുവാണെന്നും അറിയാം. എന്നാലും പറയുകയാണ് ഗൈസ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ടോ ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും അത് ഭയങ്കര ഹെൽപ്പായിരിക്കും. കാരണം
മൊത്തത്തിൽ ഞാനിപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടെങ്കിൽ എനിക്കൊന്ന് പുഷ് ചെയ്ത് കയറി വരാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഐ എം ഹംപ്ലി റിക്വസ്റ്റിംഗ് ടു ഓൾ ഓഫ് യു ടു subscribe my channel and share to your friends, family and in your WhatsApp statuses, Insta stories like that. Okay, bye bye.